ഹലോ ഗായ്സ്, വെൽക്കം ടു ഇസാറോസ് വേൾഡ്. നമ്മുടെ പുതിയ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പലരും ഇസാൻ്റെയും റോസുവിൻ്റെയും വോയിസിലൊക്കെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ഫ്രീ അനുസരിച്ച് ചെയ്യാം കേട്ടോ. എല്ലാ വീഡിയോസും അങ്ങനെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം അവർക്ക് ക്ലാസ്സൊക്കെ ഉള്ള കാരണം എല്ലാം കൂടി പറ്റില്ല. നിങ്ങളെപ്പോലെ തന്നെ കുറച്ച് സമയമാണ് അവർ വീട്ടിലുള്ളത്. അപ്പോൾ ആ സമയം മാക്സിമം പഠിക്കാനും വീട്ടിലെ കാര്യങ്ങളും നമ്മുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യണ്ടേ. അപ്പോൾ സൗണ്ടൊക്കെ കൊടുത്തിരുന്നാൽ നേരം പോകണതും അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് കൊടുക്കണം കേട്ടോ. ക്ലാസ്സൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ കൈയും മുഖമൊക്കെ ഒന്ന് കഴുകി നമ്മുടെ വീട്ടിൽ എന്താണോ ചായ സ്നാക്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിക്കുക. നമ്മുടെ വീട്ടിൽ അമ്മയോട് ആരോടാച്ചാൽ സംസാരിച്ചൊക്കെ വിശേഷങ്ങളൊക്കെ പറയുക. ഒരു 15 മിനിറ്റ് സമയം ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈം ഞാനിങ്ങനെ മിനിറ്റ്സ് എഴുതി കാണിക്കാം. കാരണം എന്താ വെച്ചാൽ ഓരോരുത്തർ ക്ലാസ്സിൽ നിന്ന് വരുന്ന ടൈമൊക്കെ വ്യത്യാസം ഉണ്ടാവും. 4 മണിക്ക് ക്ലാസ് വിട്ട് അപ്പം തന്നെ വീട് അടുത്തുള്ളവരാണെങ്കിൽ വേഗം എത്തും. ചിലർ 4:30 5 മണി, ട്യൂഷനൊക്കെ പോകുന്നവരാണെങ്കിൽ 6 മണിയൊക്കെ ആകുമ്പോഴെത്താം. അങ്ങനെയുള്ളവരും ഇതേപോലെ തന്നെ ചെയ്യുക. ആകെ ഒരു വ്യത്യാസം, നിങ്ങൾ എത്ര ടൈം അനുസരിച്ച് ഈ മിനിറ്റ്സ് ഒക്കെ എല്ലാവർക്കും ഇതേപോലെ തന്നെ ഫോളോ ചെയ്യാം. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്ന് ഫോൺ നോക്കിയിരിക്കാനായിരിക്കും തോന്നുക. പക്ഷെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് മടി തോന്നുന്ന കാര്യങ്ങൾ ആദ്യം വേഗം ചെയ്ത് വെക്കാം. അതായത് നമ്മുടെ ചോറും പാത്രം എടുത്ത് വേഗം കഴുകി വെക്കാം. അപ്പോൾ നമ്മളിവിടെ സ്കൂളിൽ 8ാം ക്ലാസ് വരെ സ്കൂളിൽ നിന്ന് ഫുഡ് കഴിക്കും. 9ാം ക്ലാസ് കഴിയുമ്പോഴാണ് വീട്ടിൽ നിന്ന് ടിഫിൻ കൊണ്ടുപോകുക. വീട്ടിൽ നിന്ന് ടിഫിൻ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ എന്താ വെച്ചാൽ കൃത്യമായിട്ട് ആ ചോറും പാത്രം അവിടെ കൊണ്ട് വെച്ച് ഫുഡൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം അമ്മ ഫുഡ് ഫില്ല് ചെയ്യാൻ വരുമ്പോഴാവും പാത്രം കാര്യങ്ങളൊന്നും കാണാണ്ടാവില്ല. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ട് പലപ്പോഴും വഴക്കൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു, ക്ലാസ് വിട്ട് വന്ന് ചായ കുടിച്ച് അപ്പം തന്നെ പാത്രം കഴുകി വെച്ചിട്ട് ബാക്കി പണികൾ ചെയ്യാം. അപ്പം നമുക്ക് ഭയങ്കര മടി തോന്നും. പക്ഷെ അത് ചെയ്ത് വെച്ച് കഴിഞ്ഞാലില്ലേ നമുക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അത് ആ മടി ഒന്ന് മാറ്റി വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഭയങ്കര ഉപകാരമായിരിക്കും. അപ്പോൾ ചില ദിവസമൊക്കെ ക്ലാസ് വിട്ട് വരുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും. ആ നേരത്ത് ഇതെല്ലാം ചെയ്തിട്ട് പിന്നെ ഇരിക്കാനൊക്കെ പറയുമ്പോൾ ആർക്കായാലും ഇഷ്ടമുണ്ടാവില്ല. ചില ദിവസം അവർക്ക് ദേഷ്യവും വരും കേട്ടോ. ഞങ്ങളിപ്പോൾ കഴുകണമൊന്നുമില്ല, അവിടെ ഇരിക്കട്ടെ, കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറയും കേട്ടോ. എന്നാലും നമ്മളത് എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഏറ്റവും ടഫുള്ളത് ആദ്യം ചെയ്താൽ പിന്നെ ചെയ്യേണ്ടതൊക്കെ എളുപ്പമുള്ളതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, കുളിച്ചൊന്ന് ഫ്രഷായി കഴിഞ്ഞിട്ട് നമ്മൾ ഫോൺ നോക്കാനും കളിക്കാനും ഒക്കെ പോവാം. ഈ ഒരു കാര്യമാണ് രണ്ടാമത് നമ്മൾ മടി പിടിക്കുന്നത്. ക്ലാസ് വിട്ട് വന്നാൽ സ്നാക്സൊക്കെ തിന്ന് അവിടെ ടി വി നോക്കി അല്ലെങ്കിൽ ഫോണും കണ്ടിരിക്കാനാണ് ഏറ്റവും കംഫർട്ട്, നല്ല രസം. അല്ലാണ്ട് ഇതൊക്കെ കഴിയാൻ ഉള്ള ആ ഒരു ക്ഷമ ചില സമയത്ത് നമുക്ക് കിട്ടില്ല. പക്ഷേ നിങ്ങളൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഇരുന്ന് നോക്ക്, നല്ല രസമായിരിക്കും. ആ ഒരു വൈബിലിരുന്ന് കളിക്കാനും അല്ലെങ്കിൽ ഇരുന്ന് ഫോൺ കാണാനും. ഇപ്പോൾ നിങ്ങൾ പുറത്തേക്ക് കളിക്കാൻ ഭയങ്കരമായിട്ട് ഓടി കളിക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ കുളിച്ചിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞ് വന്നിട്ട് കുളിച്ചാൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ പുറത്തോട്ടൊന്നും പോകാൻ ഇല്ലെങ്കിൽ നിങ്ങൾ കുളിച്ച് ഫ്രഷായിട്ട് കുറച്ച് നേരം ഒന്ന് മുറ്റത്തൊക്കെ ഒന്ന് നടക്കുകയെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവരാണെങ്കിൽ ആകെ സൺഡേ മാത്രമാണ് മുറ്റത്ത് പോയിട്ട് നടക്കുക അല്ലെങ്കിൽ റോട്ടിൽ സൈക്കിൾ ഓടിക്കാനൊക്കെ പോയി എന്തെങ്കിലും ചെയ്യാറ്. ബാക്കി ദിവസമൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല പുറത്തേക്ക് ഇറങ്ങാൻ. ചെറുപ്പത്തിലായിരുന്നപ്പോൾ പുറത്ത് പോയിട്ട് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനേ ഇഷ്ടമില്ല, അകത്തിരിക്കുന്നതാണ് ഏറ്റവും അധികം കംഫർട്ടും ഇഷ്ടം. ഇപ്പോൾ പിന്നെ മഴ പോലെ ആയതുകൊണ്ട് തീരെ ഇഷ്ടമില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ കത്തിയിരുന്ന് ഫോണും നോക്കി കുറച്ച് നേരം അങ്ങനെ ഇരിക്കലാണ് പരിപാടി. അപ്പോൾ ഒരു 45 മിനിറ്റോളമാണ് സാധാരണ ഫോൺ ഒരു ദിവസത്തിൽ ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുക. പിന്നെ ചിലപ്പോൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ബോറടിച്ചാൽ കുറച്ച് നേരം ഫോൺ നോക്കും. അത്രയും നേരമാണ് നോക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ കുറേ പഠിക്കാനുണ്ട്. ഇസക്കൊക്കെ ആണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മൾ 10th പിന്നെ പഠിക്കാണ്ടും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുറച്ച് ടൈം ഇരുന്ന് ഫോണിരുന്ന് എന്തെങ്കിലുമൊക്കെ വീഡിയോസ്, പ്രത്യേകിച്ച് ഷോർട്ട് വീഡിയോസും അങ്ങനത്തെയൊക്കെയാണ് കാണാറുള്ളത്. അങ്ങനത്തെയൊക്കെ അവൾക്ക് ഇഷ്ടം, രണ്ടാൾക്കും അങ്ങനത്തെ ഇഷ്ടം. പിന്നെ ഗെയിമുകൾ ചിലതൊക്കെ കളിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് യൂട്യൂബിൽ കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള കണ്ടൻറ്റ്, എന്താണ് നിങ്ങൾ കാണാറുള്ളത്, അതൊന്ന് കമൻസിൽ പറയാം കേട്ടോ. പിന്നെ ഈസയ്ക്ക് പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് കണ്ടൻറ്റ് അങ്ങനത്തെ ഒക്കെ കാണാറുണ്ട്. ഇവർ ചെറുതായിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന ഒരു കളിക്കണ ലാപ്ടോപ്പാണ് കേട്ടോ. അത് കാണുമ്പോൾ ശരിക്കുള്ള ലാപ്ടോപ്പിൻ്റെ പോലെയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞൊരു സ്ക്രീനുള്ള അതിൽ ചെറിയ ചെറിയ ഗെയിമുകൾ, അക്ഷരങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം അത് വർക്ക് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ റോസ് ഫോൺ വെച്ചിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇത് അവൾ ഉണ്ടാക്കിയ ടച്ച് പെന്നാണ്. അപ്പോൾ ഈ ഫോണിൽ നമുക്കിങ്ങനെ സ്വൈപ്പ് ചെയ്യാനായിട്ട് എഴുതാനൊക്കെ ഈ ടച്ച് പെന്നോണ്ട് പറ്റും. അപ്പോൾ ഇത് അവൾ പേപ്പറും ഫോയിൽ പേപ്പർ പിന്നെ ബഡ്സ് അതൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതെങ്ങനെ എക്സാക്റ്റ് ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. അടുത്തൊരു വീഡിയോയിൽ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും അത് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം വിചാരിച്ചില്ല കേട്ടോ അത് വർക്കാവുമെന്ന്. പക്ഷെ അവൾ ഉണ്ടാക്കി കൊണ്ടപ്പോൾ അത് സംഭവം വർക്കൗട്ടായിട്ടോ.
അങ്ങനെ ഫോൺ നോക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തുണികൾ അലക്കിയതെല്ലാം അങ്ങനെ റൂമിൽ കൊണ്ടുവയ്ക്കുക. അന്നാന്ന് അലക്കണത് അത് അന്നാന്ന് തന്നെ മടക്കി വെക്കണമെന്നാണ് പറഞ്ഞെങ്കിൽ പോലും ചില ദിവസമൊക്കെ കസാരയും അത് അങ്ങനെ ഇരുന്ന് ഒരാഴ്ച കഴിയുമ്പോഴാവും മടക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഓർമ്മിപ്പിക്കും, അതിപ്പോൾ തന്നെ കയ്യോടെ മടക്കി വെച്ച് ആകെ 5-6 വേഗം കഴിയും. നിങ്ങളെ അമ്മമാരൊക്കെ പറയുന്ന പോലെ തന്നെ കേട്ടാ ഞാനിവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ അവരിന്ന് വേഗം മടക്കി വെച്ചു. അപ്പോൾ ഇവർ നിങ്ങളെപ്പോലെയൊക്കെ തന്നെയാണ്, ഇവർക്കും മടിയാണ്, ചെയ്യുന്നില്ല ചില ദിവസം എന്തെങ്കിലും ചീത്ത കേൾക്കും. എല്ലാവർക്കും ഉള്ള പോലെ തന്നെയാണ് ഇവരും. അല്ലാണ്ട് വീഡിയോയിൽ നമ്മൾ കാണിക്കണമെന്ന് വെച്ചിട്ട് ഭയങ്കര ഓർഗനൈസിങ് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഒന്നല്ല അവർ ചെയ്യണത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്റ്റഡി ടൈം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യണം. ആദ്യത്തെ സ്റ്റഡി ടൈം എന്ന് പറയുന്നത് ഒരു 45 മിനിറ്റോളം നമുക്ക് പഠിക്കാനായിട്ട് കിട്ടും. ചിലപ്പോൾ നിങ്ങൾക്ക് 1 മണിക്കൂറാണെങ്കിൽ അങ്ങനെ. അപ്പോൾ 45 മിനിറ്റ് പഠിക്കാനായിട്ട് അതിന് മുമ്പ് തന്നെ നമ്മൾ എന്തൊക്കെയാണെന്ന് പഠിക്കേണ്ടതെന്ന് ഒരു ലിസ്റ്റ് എഴുതാം. സ്കൂളിലെ ഹോംവർക്കുകൾ, എക്സാമുകൾ, നമ്മൾ ഇനി എന്തെങ്കിലും റിവിഷൻ ചെയ്യണമെങ്കിൽ അത്. ക്ലാസ് കൂടുന്തോറും പഠിക്കാനുള്ളതും കൂടുതലാണ്, പഠിക്കാനിരിക്കേണ്ട സമയവും കൂടുതലായിട്ട് വരാണ്. അപ്പോൾ 10th ഒക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പഠിക്കാനായിട്ട് ഒരുപാടുണ്ട്. സിലബസ് മാറി, അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ 10ാം ക്ലാസ്സൊക്കെ ആണെങ്കിൽ അവസാന നേരത്തൊന്നും പഠിച്ചാൽ ഒന്നും ആവില്ല. കഴിഞ്ഞ ക്ലാസ് വരെയൊക്കെ നമ്മൾ എക്സാമിൻ്റെ സമയത്തൊക്കെ പഠിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയൊക്കെ തന്നെയാണ് ഇസയൊക്കെ പഠിക്കാറ്. പക്ഷേ ഇപ്പോൾ തുടക്കം മുതലേ പഠിക്കേണ്ട കാരണം നല്ല ലോഡുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇത്രയേ ആയിട്ടുള്ളൂ. ഈ ഒരു മാസമായപ്പോൾ തന്നെ അവൾ പറയണത് ദൈവമേ ഇതെങ്ങനെയാണ് ഫുള്ള് പഠിച്ച് ഇത്രത്തോളം എത്തിക്കാമെന്ന് ഫീൽ ചെയ്യുക. അപ്പോൾ ഇസയുടെ കാര്യം പറയുകയാണെങ്കിൽ അവളൊരു ആവറേജ് ആയിട്ട്, അതായത് ചില സബ്ജക്റ്റിന് A+ ഉണ്ട്, ചിലതിന് A, ചിലതിന് B+, ചിലതിന് B, അങ്ങനത്തെ രീതിയിലാണ് മാർക്കൊക്കെ നിൽക്കണം. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് പഠിക്കണം. എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഇങ്ങനെ ടൈം ഇത്രയധികം നേരം ഒന്ന് പഠിച്ച് ശീലമില്ലാത്തതുകൊണ്ട് പെട്ടെന്നൊരു മാസം കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ല ക്ഷീണം തോന്നും, മടി തോന്നും, മടുപ്പ് തോന്നും. പിന്നെ നമ്മുടെ എൻ്റർടൈൻമെൻറ്റിൻ്റെ ടൈമൊക്കെ കുറഞ്ഞു പോയി. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓവർ സ്ട്രെസ് അടിക്കേണ്ട, പറ്റണ പോലെ അങ്ങോട്ട് പഠിച്ച് നമുക്ക് എത്തിക്കാം. അപ്പോൾ എന്തായാലും റോസും ദേ ഇവിടെ പഠിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇസ ഇരിക്കുന്ന അത്രയും വേഗം അവൾ ഓടി വന്നിരിക്കാറില്ല. അവൾ കുറച്ച് സാവധാനത്തിലൊക്കെ വരാനുള്ള കാരണം 6th എന്നാലും കുറേ പഠിക്കാനുണ്ട് കേട്ടോ ഈ പ്രാവശ്യം. സോഷ്യലൊക്കെ കുറേ പഠിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വായിച്ച് പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട പോർഷൻസൊക്കെ ഈ കുഞ്ഞ് ഡയറിയിൽ എഴുതി വെക്കുകയാണ്. അവളുടെ ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്താട്ടോ ഈ ഒരു കുഞ്ഞ് ബുക്ക്. അപ്പോൾ എന്തായാലും ചില സമയത്ത് ഇങ്ങനെ പഠിക്കാനിരിക്കുമ്പോഴാവും കൂട്ടുകാരികൾ ആരെങ്കിലും ഫോണിൽ വിളിക്കും. പിന്നെ അത് വർത്താനം പറഞ്ഞ് അങ്ങനെയൊക്കെ നേരം പോവും. പിന്നെയാണ് പഠിക്കാനിരിക്കുക. ക്ലാസ് വിട്ട് വന്നാൽ പഠിക്കാനിരിക്കണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണമെന്ന് പഠിക്കാനിരിക്കണമെങ്കിൽ കേട്ടോ. അങ്ങനെ സയൻസിൽ ഈ ഒരു ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, വീഡിയോ കാണുന്നവർ അത് കമൻറ്റിൽ പറയുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മിഡ് ടേം എക്സാം അങ്ങനെ ഉണ്ട്, സ്റ്റാർട്ട് അവർ ആയവർക്കൊക്കെ അടുത്താഴ്ച ഉണ്ടെന്നാണ് പറഞ്ഞേട്ടാ. അപ്പോൾ അതുകൊണ്ട് ആ എക്സാമിനൊക്കെ ആയിട്ട് പഠിക്കണ്ടേ ഇനി. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തത്തിൽ നമ്മുടെ പഠനം സ്റ്റാർട്ടായി. മഴ പെയ്യണ കാരണം തണുക്കണ കാരണം പഠിക്കാതിരിക്കുമ്പോൾ ഉറക്കം വരുന്ന ഒരു ഫീലാണ്. പ്രത്യേകിച്ച് കുളിച്ചൊക്കെ കഴിഞ്ഞ് പഠിക്കാതിരുന്നില്ലേ പണ്ടൊക്കെ എനിക്ക് ഉറക്കം വരും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് 8 മണിയായപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രയറിൻ്റെ ടൈമാണ്. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ ആ സമയത്ത് വേറെ ഫ്രീ ടൈമായിട്ട് ഇരിക്കുക, എന്താ വെച്ചാൽ ചെയ്യാം, പഠിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ പ്രയർ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കും. ഒരു 10 മിനിറ്റ് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയും എല്ലാവരും കൂടി ഒന്നിച്ചുള്ളത്. അങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് പിന്നെ നമ്മളത് ഡിന്നർ കഴിക്കാൻ പോവാണ്. ഡിന്നർ കഴിക്കുന്നതിനോടൊപ്പം എല്ലാവരും കൂടി ഇരുന്ന് സിനിമ എന്തെങ്കിലും വെക്കും. അപ്പോൾ അതിരുന്ന് കാണും. ഫുൾ സിനിമയൊന്നും കാണില്ല കേട്ടോ, കുറച്ച് കാണുള്ളൂ. പിന്നെ ബാക്കി അടുത്ത ദിവസമൊക്കെ കാണാം. കാരണം ഫുൾ ടൈം ഇവിടെ TV ഇങ്ങനെ ഓണാക്കി സിനിമ വെച്ചാൽ അവരും സിനിമ കണ്ടിരിക്കും. കാരണം ഈസയ്ക്ക് റോസിനും സിനിമ ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾക്കും ഇഷ്ടമാണ്. സിനിമ വെച്ചാൽ പിന്നെ അത് കഴിയാൻ ചില സസ്പെൻസ് മൂവിയൊക്കെ ആണെങ്കിൽ പിന്നെ എഴുന്നേറ്റ് പോവില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ടൈം വെച്ചിട്ട് സിനിമ നിർത്തും. അവധി ദിവസമാണെങ്കിൽ കുറച്ചും കൂടി അധികം നേരം കാണും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി എല്ലാം അവിടെ കൊണ്ടുവച്ചിട്ട് പിന്നെ വീണ്ടും പഠിക്കാനിരിക്കുകയാണ്. കാരണം പഠിച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സാധാരണ ഇവർക്ക് ഫ്രീ ഒക്കെ ഉള്ള ദിവസമാണെങ്കിൽ എന്നെ പാത്രം കഴുകാനൊക്കെ ഇവിടെ അടുക്കളയിലൊക്കെ സഹായിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ക്ലാസ് തുടങ്ങിയപ്പോൾ കുറേ ഹോംവർക്കും അതും ഇതൊക്കെ ആയിട്ട് പിന്നെ ഇവിടെ പിടിച്ച് ഞാൻ നിർത്താറില്ല. കാരണം ഇതും കൂടി കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചൊക്കെ കഴിയുമ്പോഴേക്കും ഉറങ്ങാനൊക്കെ ലേറ്റാവും. അങ്ങനെ നമ്മുടെ അടുത്ത പഠിക്കുന്നതിൻ്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി ഏകദേശം 1.5 മണിക്കൂർ സമയമുണ്ട്. അതിനുള്ളിൽ നമുക്ക് പഠിച്ച് തീർക്കണം. പിന്നെ ബാഗ് ഒതുക്കി വെക്കണം. അത് കഴിഞ്ഞ് പിന്നെ കിടക്കണം. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു 7 മുതൽ 8 മണിക്കൂർ എന്തായാലും ഉറങ്ങണം. അപ്പോൾ ഒരുപാട് ലേറ്റായിട്ട് കിടന്നാൽ നമ്മുടെ ഉറക്കവും കാര്യങ്ങളൊക്കെ ഇതാവും. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ പറ്റാവുന്ന പഠിച്ച് തീർക്കുക. പിന്നെ വലിയ കുട്ടികളാകുമ്പോൾ എക്സാമിൻ്റെ ഒക്കെ സമയമാകുമ്പോൾ കുറേ അധികം നേരമൊക്കെ ചിലപ്പോൾ ഇരുന്ന് പഠിക്കേണ്ടി വരാം. അപ്പോൾ അത് ആ പോർഷൻസൊക്കെ എങ്ങനെയെങ്കിലും പഠിച്ച് തീർക്കണ്ടേ. ഇപ്പോൾ എക്സാം ആവാത്തതുകൊണ്ട് പിന്നെ നമുക്കതനുസരിച്ച് പഠിക്കാം. അപ്പോൾ അങ്ങനെ 2 പേരും പഠിക്കാനായിട്ട് പിന്നെ അവിടെ ഇരുന്നു. ഞാനവിടെ കുറച്ച് നേരം അവിടെ കൂടെ ഇരിക്കും. അപ്പോൾ എന്തെങ്കിലും ഇടയിൽ വല്ല വർത്താനം ചിലപ്പോൾ പറയും. അത് കഴിഞ്ഞാൽ പിന്നെയും പഠിക്കും. അങ്ങനെയൊക്കെ ആയിട്ടിരിക്കും.
ഈസയ്ക്കാണെങ്കിൽ കുറേ കഴിഞ്ഞപ്പോൾ മടുത്തു. അപ്പോൾ അവൾ നിർത്തിയിട്ട് കുറച്ച് നേരം ഫോണിൽ നോക്കിയിരിക്കുകയാണ്. അവൾ SLC-ക്കാരുടെ സ്റ്റഡി വ്ളോഗുകൾ ചെയ്ത വീഡിയോസ് ഉണ്ടല്ലോ, അതൊക്കെ കണ്ടുകൊണ്ടിരിക്കട്ടോ. വേറെ കുട്ടികളുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ, അവർ പഠിക്കുന്നത് കാണുമ്പോൾ മടിയൊക്കെ തോന്നുമ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇരുന്ന് കാണും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ഇപ്പോൾ ഇത്. ഷോർട്സിലൊക്കെ എപ്പോഴും കേൾക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പാട്ടിൻ്റെ ലൈൻസൊക്കെ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് വായിച്ച് കുറച്ച് നേരമൊക്കെ നോക്കിയിരുന്നു. ഒരു 10 മിനിറ്റ് ബ്രേക്ക്, അത് കഴിഞ്ഞിട്ട് ബാക്കി പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് അടുപ്പിച്ച് ഇങ്ങനെ കുറേ നേരം പഠിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുക്കുക. കുറേ കാര്യങ്ങൾക്കുള്ള ടൈമൊന്നുമില്ല. ഒന്നിങ്ങനെ നമ്മുടെ വീട്ടിൽ ആരോടെങ്കിലും പോയി സംസാരിക്കുന്നെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമുള്ളത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബയോളജിയുടെ ഈ ഒരു 2nd ചാപ്റ്റർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിരുന്ന് പഠിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എത്ര ടൈം വരെ പഠിക്കാനൊക്കെ ഇരിക്കുന്നത് ചിലർ ചോദിക്കാറുണ്ട്. അത് ഓരോരുത്തരുടെ ടൈമിങ് പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ചിലവർക്ക് വൈകുന്നേരം 10:30 വരെ അല്ലെങ്കിൽ 11 മണി വരെ, അതുപോലെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്നതാവും ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കുറേ ലേറ്റ് ആവാനും പോകണ്ട, ഒരുപാട് നേരത്തെ ആവാനും പോകണ്ട. അതിൻ്റെ ഇടയിലൊരു ടൈമിങ്ങിൽ നമ്മുടെ പഠനം എപ്പോഴും തീരണോ അതനുസരിച്ച് നിർത്താം. പരമാവധി വേഗം പഠിച്ച് തീർക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് ബാഗും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക, തലേദിവസം പറ്റാവുന്നതും. ഇനി അഥവാ മിസ്സായാൽ രാവിലെ വേഗം തന്നെ അത് ആദ്യം ഒതുക്കി വെക്കാനായിട്ട് നോക്കുക. ചില ദിവസമൊക്കെ അവർ ലേറ്റ് ആകുമ്പോൾ പിന്നെ മടി പിടിച്ച് അത് ഒതുക്കാണ്ടൊക്കെ വെക്കും. അപ്പോൾ രാവിലെ ആവും ചെയ്യാം. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പഠിച്ച് ഉറക്കം വന്നപ്പോൾ പിന്നെ എന്തായാലും നിർത്തി. കാരണം ഉറക്കം വന്നിട്ട് പഠിക്കാതിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് മുടിയൊക്കെ കെട്ടി എല്ലാം സെറ്റാക്കി നമ്മളൊരു 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുന്ന രീതിയിൽ നമ്മുടെ ടൈമിങ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷൻസും നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസ് വേണമെന്നൊക്കെ ഉള്ളത് കമൻസിൽ പറയാൻ നമുക്ക് പറ്റുന്നതാണെങ്കിൽ ട്രൈ ചെയ്യാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.